മക്കളുണ്ടായ വയസ്സാം കാലത്ത് തന്തമാർക്ക് ഉപയോഗം വേണം, അല്ലെ നാടിനെങ്കിലും ഉപയോഗം വേണം. ഇത് നാടിന് ഉപയോഗമില്ല, വീടിന് ഉപയോഗമില്ല. വയസ്സാം കാലത്ത് ഈ വാടക വീട്ടിൽ കിടന്ന് ചാവേണ്ടി വരുമല്ലോ ഭഗവാൻ. മക്കളുണ്ടാക്കിയിട്ട് ഒരു ഉപയോഗമില്ല. പെണ്ണിനെ കൊട്ടിച്ചേട്ടാ. മാമോ, അവന്റെ മോൻ ഇറങ്ങിയില്ലേ? ഇറങ്ങിക്ക് ഇവിടെ കാണൂലടാ. ഇളയമോനല്ല, മൂത്തമോൻ ഇറങ്ങിയില്ലേ എന്ന്. അവൻ കുളിക്കുന്നുണ്ടാവും, ഇറങ്ങി വരും. മാമൻ രാവിലെ ഭയങ്കര ചൂടാണല്ലേ? രാവിലെ ഞാൻ എന്നും ചൂട് തന്നെ. ആ ഇളയ ഒരുത്തനെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ചൂട് തന്നെയാണ്. കാര്യം എടാ, നീ മുരളിയിലൂടെ പഠിച്ചോന്നല്ലേടാ? എടാ, അവനെ കാണുമ്പോൾ വല്ലപ്പോഴും ഉപദേശം കൊടുക്കും. നിനക്ക് പോലീസ് ജോലി കിട്ടിയല്ലടാ? മാമൻ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സ്റ്റേഷനിൽ കൊണ്ടുപോയി 3 നേരം ഉപദേശിച്ചാലോ? കൊടുക്കണം. ഒരു പട്ടികളും ചോദിക്കാൻ പറ്റൂല, അറിയാ? എന്നാലും അവൻ നന്നാവുള്ളൂ. നിനക്കറിയോ, എന്റെ തറവാട് വീട് വിറ്റിട്ട് ഇന്ന് 5 വർഷം തികയാണ്. അപ്പൊ ആഘോഷമില്ല? വൈകുന്നേരം നിനക്ക് ബിരിയാണി തരാം. ബീഫാ? ചിക്കൻ. മാമ ചിക്കൻ ഈ സമയത്ത് കഴിക്കല്ലേ, ഭയങ്കര ചൂടാണ്. താറാവ് ബെസ്റ്റാണ്, അതാകുമ്പോൾ വെള്ളത്തിൽ കിടക്കുകയും ചെയ്യാം. ഒന്നത് മാമ ഭയങ്കര ചൂടിലിരിക്കുന്നു. ഞാൻ ചൂട് തന്നെടാ, ഞാൻ ചൂട് തന്നെ. എന്തിനൊക്കെ മാമ അവനെ ഒരു ബിസിനസ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മുരളി നന്നാവാൻ ചാൻസ് ഉണ്ട്. നന്നാവോ? അങ്ങനെ തന്നെ നാട്ടുകാരും പറഞ്ഞത്, ഒരു പെണ്ണ് കെട്ടിച്ച് കൊടുക്കാൻ. എന്നാ അവൻ നന്നാവും. പെണ്ണ് കെട്ടിച്ച് കൊടുക്കുകയും ചെയ്തു, ഒരു കൊച്ചുണ്ടാവുകയും ചെയ്തു. അതൊരു ബിസിനസ് ആക്കണ്ടെന്ന് കരുതി ഞാൻ വേറൊരു ബിസിനസ് കൊടുത്തു. അങ്ങനെ 75 ബിസിനസ്. ആകെയുള്ള എൻ്റെ പലവഞ്ഞനെ കടവരെ ഞാൻ വിറ്റ് നശിപ്പിച്ച് തൊലച്ചവൻ. അല്ല, നീ ഒരു 100 രൂപ പൈസ തരായില്ലേ? എവിടെ അത്? അത് മുരളിയിലേക്ക് കൊടുത്താൽ പോരെ? അവൻ്റെ കൊടുത്താൽ എനിക്ക് തരുമെന്ന്. തരും. എടാവ ഇന്ന് വരെ ജീവിതത്തിൽ വൃത്തിയും വെടുപ്പുമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ദോശ എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. ചുട്ടുവെച്ച ദോശ അത്ര നീ തിന്ന് തീർത്തില്ലേ? ഇനി ദോശയില്ല. എപ്പോൾ ചോദിച്ചാലും ദോശയില്ല. വൈകുന്നേരം കാടിക്കളത്തി നോക്കിയാൽ 2 ദോശ കിടക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് മീനെന്തരമ്മാ? തിമിംഗലം. എന്തൊരു മീനടി? മൃഗം, കാണ്ടാമൃഗം. ഇറച്ചിയും മീനും കൂട്ടിയ കഴിക്കോ മക്കളെ? ഇതുകൊണ്ട് പശുവിന് കൊടു, അല്ലെങ്കിൽ അതും എടുത്ത് കഴിക്കും. ഇവിടെ മനുഷ്യനെ കാട്ടി പശുവിൻ്റെ അടുത്താണ് സ്നേഹം. പശുവിൻ്റെ അടുത്ത് സ്നേഹം കഴിച്ചാൽ പശു പാല് തരും, തെങ്ങിൻ്റെ മൂട്ടിടാനുള്ള ചാണകം തരും. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാടാ ഈ വീട്ടിന്? അമ്മ പെട്ടെന്ന് 2 ദോശ കഴിഞ്ഞിട്ടമ്മ. ഓ, എനക്കുള്ള ദോശ അവനെടുത്ത് തിന്നടാ, ഞാൻ വേറെ ചുട്ടുതരാം. ഉളുപ്പുണ്ടാടാ? ഉളുപ്പില്ല, നല്ല എരി. അമ്മ ഇത് വെള്ളം ഞാമ പോയി കിണറ്റ് പോയി കോരിക്കൂടി. നിനക്ക് വല്ല പണിയുണ്ട്? ചേട്ടാ, ഞാൻ ഒരു തട്ടുകട ബിസിനസ് തുടങ്ങിയെന്ന് ആലോചിക്കുന്നു. നല്ല ദോശ കിട്ടാതെ തട്ടുകട. ഉച്ചയ്ക്ക് ചോറില്ലെങ്കിൽ പൊതിച്ചോറ് ബിസിനസ് ചെയ്യുക. രാത്രി ചപ്പാത്തിന് ബിസിനസ് കൂടാം. ഇവനെ കൊണ്ട് ഈ വീട്ടിൽ ആകെയുള്ള ഒരു ഉപയോഗം പാത്രം കഴുകണ്ട, കണ്ട മുഖം നോക്കുന്ന രീതിയിൽ സോപ്പും ലാഭം, വെള്ളവും ലാഭം. പിടി. എന്താടാ നോക്കണത്? സാറ് കഴിച്ചു കഴിഞ്ഞില്ലേ? നീ കഴിച്ചാ? വീട്ടിൽ പോയി കഴിച്ചാ? അമ്മ ഒരു 30 രൂപ തരികമ്മ, പെട്രോൾ അടിക്കാൻ. അല്ലെങ്കിൽ ആവശ്യത്തിന് വിളിച്ചാൽ ഒരുത്തനും ചെവി കേട്ടൂടാ. പോക്കേണ്ടാ തോന്നും തഹസിൽദാറാണെന്ന്. ഉണ്ടെങ്കിൽ 30 രൂപ. കിൻസിൽ ഐസി തുടങ്ങിയതാണ്. അപ്പം നീ കാരണം ഈ ബംഗാളി ബീഡിയിലെത്തി 30 രൂപ ഉണ്ടാക്കാൻ പോകും. ഇവനെ കണ്ട് വഴിടാ, നിന്റെ കൂടെ പഠിച്ചവനല്ലേ? ഇപ്പം പോലീസിലാണ് ജോലി, പോലീസിൽ. അവൻ്റെ അച്ഛൻ മരിച്ചോണ്ട് അവന് ജോലി കിട്ടി, എനിക്കാ
അയ്യോ എന്നെ നോക്കി കൊല്ലല്ലേടെ, എൻ്റെ തര ഒന്നുമില്ല, ആകെ ഈ ബീഡി കൊണ്ട് ഈ പത്രമുണ്ട്. ഊതിപ്പരുക്ക എന്തോന്നാടേ, ബലൂണോ? ആ തുപ്പിയാണ് വണ്ടി ഓട്ടിക്കുന്നത്, അത് അറിഞ്ഞൂടെ എത്ര ആളായിട്ട്. ഇവിടെ കൂടുതൽ കളിയാക്കല്ലേ. എടാ നീ KFC എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ 2 ചിട്ടി മുടങ്ങി. അത് KICB. അയ്യോ അതിൻ്റെ പൈസ അടച്ചില്ല ഈ മാസം. ഇതൊക്കെ ആരോട് പറയാൻ. എടാ KFC ചിക്കൻ അയാൾ ഒരുപാട് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞിട്ട് അവസാനം 70ാമത്തെ വയസ്സിലാണ് അങ്ങ് രക്ഷപ്പെട്ടത്. എന്നെപ്പോലെ ഒരുപാട് താറ്റായിട്ട് വാങ്ങി, അറിയാമോ? ഓ, നിനക്കിപ്പോൾ എത്ര വയസ്സായടാ? എനിക്കിപ്പോൾ 35. മാമന് 35 വർഷം കൂടെ ഉണ്ട് അവന് തന്നെ തിരിഞ്ഞു കിടക്കും. ആ അയ്യോ ഇതൊക്കെ കാണാൻ ജീവിച്ചിരിക്കുമെന്താ ഭഗവാനെ. പിന്നെ മുരളി, ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാത്തവന്മാരുടെ സ്ഥിരം കഥയാണ് ഈ KFC ചിക്കനിൽ കയറി അങ്ങ് പിടിച്ചോളും. ഇനി 70ാം വയസ്സിലും രക്ഷപ്പെട്ടില്ലെങ്കിൽ മക്കളെയും കുറ്റം പറഞ്ഞ് പടി കയറി അങ്ങ് ഇരുന്നോളൂ. പിന്നെ നീ പിന്നെ കുറെ നന്നായി. രാവിലെ കുളിച്ചൊരുങ്ങി എൻ്റെ വീട്ടിൻ്റെ ഈ കമ്പി വന്ന് പിടിച്ചുകൊണ്ടിരിക്കാനല്ലേ വരുന്നത്. എടാ അവ എൻ്റെ വീട്ടിൽ നിന്ന് പോകണമെന്നെങ്കിലും പറയാടേ. ഒരു മീശയ്ക്കിൽ വേടാ ഒരു പോലീസുകാരനെന്ന് പറഞ്ഞിട്ട്. സാർ ഇറങ്ങിയില്ല. സാർ ഇറങ്ങിയെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. നീ അങ്ങ് മല മറിക്കും. ഓ അവസാനം ഓഹോ ടാടാ. ആശേ അച്ഛാ കള്ളന്മാരെയൊക്കെ പിടിക്കണേ. പിടിക്കാടി ചക്കരേ. ഇപ്പോൾ ഒരു കള്ളം ബൈക്കിൽ പോയുള്ളവനെ പിടിച്ചെങ്കിൽ പ്രൊമോഷൻ കിട്ടിയാൽ വീട് നന്നായ. ചേട്ടാ ഉച്ചയ്ക്ക് കഴിക്കാൻ വരൂ. ഇന്നൊരു പ്രമാദമായ ഒരു കേസുണ്ട്. ഹെൽമെറ്റ് വേട്ട. കമ്പി വളച്ചേർന്നെങ്കിൽ വണ്ടി വളച്ചിട. മക്കളെ ചിലവ് ജീവിക്കുന്ന അച്ഛൻ്റെ അവസ്ഥ ഇതായിരുന്നു. യാത്രയും പറയില്ല, ഒന്നും പറയില്ല. ആ അതെങ്കിലും പറഞ്ഞല്ലോ. പഴം വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടൂല. അതങ്ങനെയല്ല, ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കാണാൻ പോണല്ലേ. എന്തോ വിശേഷം അവിടെ? വേറെ വിശേഷമൊന്നുമില്ല. എനിക്ക് അവർക്കൊരു പേസ്റ്റ് കൊണ്ട് കൊടുക്കണം. അവിടെ കിട്ടാത്ത പേസ്റ്റാ സാറേ. ഇത് അങ്ങനെയല്ലടോ, ഇത് പ്രീമിയം ആയുർവേദിക് ടൂത്ത് പേസ്റ്റാണ്. സാറേ ഉമ്മിക്കരി മുതൽ ആയുർവേദ പേസ്റ്റ് എല്ലാ കടയിലും ഇപ്പൊ കിട്ടും. താൻ എന്തായി പറയുന്നത്? ഇത് അങ്ങനത്തെ പേസ്റ്റ് അല്ല. മനസ്സിലായില്ല സാറേ. ഈ പേസ്റ്റ് സമ്പൂർണ്ണ ആയുർവേദിക് പേസ്റ്റാണ്. ഇതിൽ കാൽസ്യം കാർബണേറ്റ്, സോഡിയം ലോറിയൽ സൾഫേറ്റ്, സോർബിറ്റോള്, ട്രൈക്ലോസിൻ എന്നിവയൊന്നുമില്ല. ഇത് പല്ലിന് വളരെ ആരോഗ്യകരമാണ്. സാറിൻ്റെ ഉണ്ടോ ഒന്ന് കാണാം? ആ ഉണ്ട്. സാറേ എന്താ ഇതിന്റെ പേര്? ഇതിൻ്റെ പേരാണ് എഡിനോറ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ സാറേ? ഇത് ഓൺലൈൻ വാങ്ങിക്കാനേ കിട്ടും. ഇത് ഞാൻ എടുത്തോട്ടാ സാറേ? എടുത്തോ. നിനക്കിതിൻ്റെ ആവശ്യമുണ്ട്. ഇന്ന് തന്നെ തേക്കണം. കൂടെ പഠിച്ചവനാണ്, സർക്കാർ ജോലിയായിട്ട് ഇപ്പം മൈൻഡ് ചെയ്യണില്ല. വെറും പഴം തന്നെയാണ്. നല്ല സൂപ്പർ പഴം. ഇതിനേക്കാൾ നല്ല റോബസ്റ്റ് ചെയ്യും. ഇതിനെക്കാളും നല്ലത് റോബസ്റ്റ് തന്നെ. എന്നാൽ പണിക്ക് പോകണില്ലടേ. ഒരു സർക്കാർ ജോലിക്കാരനെ നോക്കിയിട്ട് പണിക്ക് പോകണില്ല. ഡ്യൂട്ടി എന്ന് പറയാടാ. കൂട്ടി. കഴിഞ്ഞ ആഴ്ച വരെ കരിങ്ങീര് നിരങ്ങി വരുന്നു, ഇന്ന് കൂട്ടി. സർക്കാർ ഉദ്യോഗസ്ഥന്റെ മീശയിൽ ഫുള്ള് മഞ്ഞക്കേക്കിന്റെ പൊടി. മഞ്ഞക്കക്കിൻ്റെ കൂടെ ഒരു സോഡയും കൂടെ പിടിച്ചുകൂടി. മഞ്ഞുകൂടി ഓഫീസിൽ പോയില്ലേ? എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ ഇട്ടുണ്ടാകും? ഒന്നും പറഞ്ഞില്ലേ? കഴി മഞ്ഞക്കേക്ക്. എന്നെ രാവിലെ വേറെ ജോലിയില്ലേ? വരണ്ട വണ്ടി. അടുത്ത വണ്ടിയാണ്. വന്നടേ വലിയ വയറുമായിട്ട്. എന്നാ ഒരു ചൂട് ചായ കഴിക്കണം. നീ വന്ന് കയറിയപ്പോഴേ എൻ്റെ ഒരു അവർ പാല് പിരിഞ്ഞു. ബട്ടൻസ് പൊട്ടിപ്പോടാ. പറയണം ബ്രൂസിലി. വീട്ടിലൊന്നും ഇപ്പൊ ഒരു വിലയില്ല. അല്ലെങ്കിൽ നാട്ടിൽ ഭയങ്കര വിലയായിരുന്നല്ലേ. അന്ന് ചാപ്പാടിനോടെ കണക്ക് പറഞ്ഞു തുടങ്ങി. പുതിയൊരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഇതുവരെ ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ലാത്തോണ്ടേ 75 ബിസിനസ് അങ്ങാണ്ടായി. 10 എണ്ണത്തിന്റെ പാർട്ണർഷിപ്പ് ഞാനായിരുന്നു. അല്ല, ഇവന്റെ പാർട്ട്ണർമാർ മാത്രം ഒരു ഗ്രാമമുണ്ട്. അത്രയും പാർട്ട്ണർമാരുണ്ട്. ഇനി ഞാൻ ഒരു ബിസിനസ് കൂടെ തുടങ്ങുള്ളൂ, യൂട്യൂബ് ചാനൽ. ബാക്കി എല്ലാം അത് തുടങ്ങി. അതും തുടങ്ങിയായിരുന്നു. യൂട്യൂബ് ചാനലിന്റെ പേരെന്തിന്?
യവന വെച്ച ഒരു വെബ് സീരീസ് മൂക്കളെന്നും പറഞ്ഞു. യവയിട്ട പേര് തന്നെ 3 സബ്സ്ക്രൈബർ 1 വ്യൂ. ആ ഒരു വികാരത് അതാ എഡിറ്റർ കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ? എന്റെ പട്ടിയിരുന്ന് കാണും. യവന വെച്ചല്ലേ തുടങ്ങിയത്. 5000 എന്റെ പോയി. അല്ല ഇവരെ വെച്ചിട്ടായിരുന്നെങ്കിലേ അല്ലല്ല അല്ലല്ല, അത് കടം പേടിച്ച പൈസ. ഏത് 5000 രൂപ. ഇവരെ വെച്ചിട്ട് മൂക്കളെ മുഴുവൻ കാളെ നിട്ടിരുന്നെങ്കിൽ ആൾക്കാർ കണ്ടേ. കറക്റ്റ് അല്ലേ? അല്ല അത് കറക്റ്റ്. അത് പറഞ്ഞപ്പോ മഞ്ഞക്കേക്കിന്റെ ചിരിയുണ്ട. കറക്റ്റ് കണ്ടേനെ. എടാ നിനക്ക് സർക്കാർ ജോലിയില്ലേടാ? എടാ എനിക്ക് ആ സഹകരണ ബാങ്കിൽ നിന്ന് ജാമ്യം നിൽക്കും ഒരു 25,000 രൂപ പലിശയ്ക്ക് എടുക്കാൻ. ഒരു കൊലപാതകയ്ക്ക് വെച്ചാലും എനിക്ക് നിൽക്കില്ല. കൊലപാതകയ്ക്ക് എന്നാലും അവന് നിൽക്കില്ല. അങ്ങനെ മഞ്ഞക്കൊക്കെ വിഴുങ്ങിട്ട് പറ. അത് കറക്റ്റ് കാര്യമാണ് റോബസ്റ്റ് എപ്പോഴും പറഞ്ഞത്. റോബസ്റ്റ് അല്ല, റോബർട്ട്. രണ്ടും ഒന്നു തന്നെ. എത്ര ബിസിനസ് ചെയ്തേ, ഒന്നും അങ്ങോട്ട് കേൾക്കണില്ല. കേൾക്കാത്തല്ലേ, എരണം വേണം. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞുതരല്ലേ. നീ ഒരു എരണം കെട്ട ഒരുത്തനാണ്, സത്യം. കഴിപ്പണം കെട്ട ഒരുത്തനാണ്. ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. ഒരു മൂദേവി പിടിച്ചവനാണ് നീ. അതാണ് ഇത് ഒന്നും എരണം പിടിക്കാത്തത്. വീറും കിഴങ്ങാണ്. കിഴങ്ങ് പറഞ്ഞാൽ മരക്കിഴങ്ങ്. ഇരുത്തിക്കൊണ്ട് പറയാറിടാ അങ്ങനെയൊന്നും. അല്ല ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പം അവിടെ കിഴങ്ങ് വാങ്ങാൻ പറഞ്ഞ ഒരു മറ്റേ 6 മാസം കമ്മ നമ്മൾ എടുത്തോണ്ട് ആവിച്ചാനാ ഉച്ചയ്ക്ക്. എത്ര ഊറ്റണവനെ. അയ്യോ തൊലിക്കട്ടി ഊറൂല, വെള്ളത്തിൽ കിടന്ന് തിളക്കേ ഉള്ളൂ, അങ്ങനെ കിടക്കും. ഇപ്പൊ തന്നെ അതാണ് നോക്കിയാണ്. ഒരു കടയുടെ ഫ്രണ്ടില് വണ്ടി കൊണ്ടു വെച്ചേക്കുന്നു, എടുത്ത് മാറ്റാൻ അങ്ങോട്ട്. നീണിച്ചാലണ്ട ചത അനങ്ങും. നീ ഒരു പഴം തന്നെ അല്ലേ? പക്ഷെ റോബസ്റ്റാണ് നല്ലത്. ക്ലാസ് ചായ വെച്ചിട്ട് 3 ദിവസമായ 3 ദിവസം. നീ ഇപ്പോഴല്ല ചോദിച്ച ചായ? ഇപ്പൊ തന്നെ ചോദിച്ചു. ഒരു തമാശ പറഞ്ഞേടേ, ഇങ്ങനെ നടന്നാ ശരിയാവൂലേ? പിന്നെ എങ്ങനെ നടക്കണം? എന്തെങ്കിലും പുതിയൊരു ബിസിനസ് തുടങ്ങണം. അത് ഇനി പോയി എന്റെ ബിസിനസ്സിൽ കയറി കൈ എടുത്തണം. ഇനി പോയി 5 രൂപ കപ്പലിന്റെ വിട്ടായി എന്നല്ല. 5 രൂപ കപ്പലിന്റെ വിട്ടായി തന്നെ, പക്ഷെ 2000 രൂപ കപ്പലിന്റെ വിട്ടായി നീ തിന്നു. അത് ഇനി പോയി. നമ്മൾ നീ കപ്പലിന്റെ കൂട്ടായ ഒരു ബിസിനസ് തുടങ്ങാത്തത്രേ. വീട്ടിലൊന്നും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. നിനക്കറിയാമോ, ഒരു 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് എനിക്ക് വേണം. അവളുടെ കെട്ടുകാലിയൊക്കെ പണയത്തിലാണല്ലോ. ഇന്നലെ അവളെ അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു. അയാൾ എന്റെ മോത്തോയി പറയണം, ഒരു ഗതിയില്ലാത്തതാണ് ഞാൻ എൻ്റെ മോളെ പിടിച്ചു കൊടുത്തത്. നീ വിഷമിക്കണ്ട, അച്ഛൻ പറഞ്ഞാലും തെറ്റില്ലാതില്ല. ചുമ്മാ എത്ര രൂപ ആവശ്യം? എത്ര രൂപ? ഒരു 2 ലക്ഷം രൂപ വേണം. എന്റെ ചായ എന്ന് കുടിച്ച ചായ 3 രൂപ കൊടുക്കും. നമ്മളെ 2 പൈസ ഞാൻ കൊടുക്കാം. പിന്നെ 2 ലക്ഷം രൂപ അന്നങ്ങ് പറഞ്ഞ അവിടെ എടുത്ത് വെച്ചേക്കല്ലേ. എടുത്ത് എല്ലാം ശരിയാവൂടാ, നീ വിഷമിക്കണ്ട. എന്റെ പൈസ നീ കൊടുക്കണേ. ആ മൂക്കള തുടങ്ങിയില്ലേ 5000 രൂപ പാക്കറ്റ് ഇരുന്നെ. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഗോലി സോഡ മാറി അടപ്പുള്ള സോഡ ഇന്നലെയാണ് കടയിൽ വന്നത്. ഗൂഗിൾ പേ. ഉറങ്ങിയടി. മാലയുടെ കാര്യം എന്തായി? ഇപ്പൊ എടുത്തുതരാം. വിചാരിച്ച പോലെ കാശൊന്നും പറഞ്ഞു വന്നില്ല, നമുക്ക് എടുക്കാം. കൊച്ചിനെ എന്തായാലും അപ്പുറത്ത് കിടത്തിയാ നന്നായി അല്ലടി? നല്ല തണുപ്പല്ലേ? കൂട്ടുകാരൊക്കെ ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങി. മോക്ക് കൂട്ടൊരാളൂടെ വേണ്ടേന്ന്. ആദ്യം ഒന്നും ഉണ്ടാക്കിയതിന് സ്വന്തമായിട്ട് ചെലവിന് കൊടുക്കും. എന്തായാലും വാഴ നനയാണ്, അതിൻ്റെ കൂടെ ഒരു ചീരയും കൂടെ ഒക്കെ അങ്ങ് നനയും. എന്ത്?
കുഴപ്പമില്ല. എൻ്റെ കയ്യിലെന്താ കുരുവാ പോയി വെട്ടി തിന്നാ. ഇനി ഒരു സർപ്രൈസ് ഇതല്ല അതല്ല ഞാൻ തന്നത്. അച്ഛാ ആർക്കെങ്കിലും പറയാമോ ഇതെന്താണെന്ന്? ഞാൻ പറയാം. മൈസൂർ പാക്ക് അല്ലേ? എന്നാ 2022 ഡയറി അത് തന്നെ. ഇഷ്ടപ്പെട്ട അച്ഛാ ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റ് അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. എൻ്റെ മോനല്ലേടാ. മക്കളെ എത്ര പവനുണ്ട്? ഏട്ടമ്മ ഏട്ടാമ്മ കണ്ടു പടി നൂലും കെട്ടിക്കൊണ്ട് നടക്കണം. ഇഷ്ടപ്പെട്ടടി പാവം കൊടുവാനെ കാണിച്ചിടും ആ പൊട്ടനെ കാണിച്ചിടും. അവിടെ കൊടുക്കണ്ട, മേടിച്ചു മാറ്റും. അവിടെ ഭാഗ്യം തന്നെടി, നീ ഭാഗ്യമുള്ളവളാണടി. സൂക്ഷിച്ചു വെച്ചോ കേട്ടാ, അത് കാണൂല, കള്ള ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പോലീസുള്ളപ്പോഴോ അച്ഛാ പറഞ്ഞത് നാണമില്ലാതെ നിൽക്കണം. ഇന്ന് വരെയെങ്കിലും ഒരു മുട്ടായി തുണ്ട് ഈ കൊച്ചിന് നീ വാങ്ങി കൊടുത്തിട്ടുണ്ടാടാ? ഇവൻ 2000 രൂപയിലെ കപ്പണ്ടി മുട്ടായി തിന്നിട്ട് അതിന് കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇന്നൊരു ഗ്യാസ് സ്റ്റേഷനിൽ വന്നതേ ഉള്ളൂ. ആഹാ, ഇനിയൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇനിയും സർപ്രൈസാ? അത് മുരളിക്കാണ്. ഇവനും സർപ്രൈസാ? മുരളി എന്തോ അവിടെ കെട്ടുതാലി പളയം വെച്ചില്ലേ, അതിൽ നിന്ന് 4 മണിക്കകം എടുത്തില്ലെങ്കിൽ നേരത്തെ പോകും. ചേട്ടാ കള്ള സാമദ്രോഹി, നീ അതും കൊണ്ട് പണയം വെച്ചാടാ? നശിച്ചവനെ. ഒരു മാലയല്ലേ, പൈസ വരുമ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തോളാം. എങ്ങനെ പോണം? ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോകാൻ ഇവിടെ എന്തോ സംഭവിച്ചു? എന്നെ ഈ വീട്ടിൽ പിടിച്ചു ചേർക്കിയത് എൻ്റെ താലിച്ചിരടാണ്. നിങ്ങളിപ്പോൾ അതുകൊണ്ട് പണയം വെച്ചു. നാളെ അതിന് കേരളത്തിന് പോകും. മാല നമുക്ക് പൈസ ഇട്ടും പറഞ്ഞാൽ പുതിയ മേടിക്കല്ലോ. നിങ്ങൾക്കത് വെറും മാല, എനിക്കതിൻ്റെ ജീവനാണ്. നിങ്ങൾക്ക് എന്നോടും നമ്മുടെ കൊച്ചിനോടും കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. എനിക്ക് എൻ്റെ താലിച്ചിരട തിരിച്ചെടുത്ത് തരണം. പറ്റുമോ നിങ്ങൾക്കത്? പിന്നെ മോളെ കൊണ്ടുപോലെ, മോളിൽ എനിക്ക് പറ്റില്ല, എനിക്കറിയാലോ. ഞാൻ ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോയാലുണ്ടല്ലോ, നിങ്ങൾ അവളെ എടുത്ത് പണയം വെക്കും.
ഇനിയും കരയാൻ കണ്ണീരും കടമോ വേദനയിൽ ഉരുകാൻ വിട പറയും ദിനമോ കതിരണിയാ കനവിൻ കണ്ണീരിൽ നനയും അകമേ പിടയും പറയാ നോവുകളിൽ പാടുന്നു ഞാൻ നീറുന്നു ഞാൻ തേങ്ങുന്നു ഞാൻ അറിയാതെ ഞാൻ പാടുന്നു ഞാൻ നീറുന്നു ഞാൻ തേങ്ങുന്നു ഞാൻ അറിയാതെ ഞാൻ സന്തോഷമായിട്ട് രണ്ടോ ഒഴിച്ച് അടിച്ചണച്ച്. അവള് പോയത് കണ്ടില്ലേ? എൻ്റെ കൊച്ചുമോള് താമരയുടെ മുഖം കാണുമ്പോഴാണ് മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. ചേട്ടാ എന്താ എനിക്കിന്ന് വൈകിട്ട് 4 മണിക്കകത്ത് 2 ലക്ഷം രൂപ വേണം. നീ ഇവിടെ അടിച്ചു വെച്ചേക്കുന്നു. അല്ല ചേട്ടാ, എൻ്റെ അവസ്ഥ അറിയല്ല. 4 മണിക്കകത്ത് താലിമാല എടുത്തില്ലെങ്കിൽ അവളിനി വീട്ടിലോട്ട് തിരിച്ചു വരില്ല. നിനക്ക് അത്ര അർജൻറ്റാണ്? ആ. നമ്മളെ കിണറ്റിനൊട്ടിക്കുന്ന നെല്ലിമരമില്ലേ, അത് നാഞ്ഞു കുളിക്കുക. പൈസ കിട്ടും. അച്ഛാ, എന്നെ അച്ഛാന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല മോനെ. എൻ്റെ കയ്യിലൊന്നുമില്ല. ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ജീവൻ ഇവിടെ നിലനിന്ന് പോകുന്നത്. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നില്ലടാ. നീ എൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ വിറ്റോ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും കൂടെ വിറ്റോ. ആശിച്ചവൻ നിന്നെ കാണുന്നതന്നെ എനിക്ക് അറപ്പാ. എവിടെയെങ്കിലും പോയി ചാവടാ, പോ. പിടയും പറയാ നോവുകളിൽ. മുരളി, നീ ചാവുന്നെങ്കിലേ ഈ നാട് വിട്ട് പോയി ചാവണേ. മരണ ചെലവെങ്കിലും ഇല്ലാതാവൂല്ലേ? പാടുന്നു ഞാൻ നീറുന്നു ഞാൻ തേങ്ങുന്നു ഞാൻ അറിയാതെ ഞാൻ പാടുന്നു ഞാൻ നീറുന്നു ഞാൻ തേങ്ങുന്നു ഞാൻ
നിങ്ങൾക്കത് വെറും മാലും, എനിക്കതിൻ്റെ ജീവനാണ്. സൂക്ഷിച്ചു വെച്ചോ കേട്ടാ, കല കാണൂല, നാളെ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും പോയി ചാവണം. പോ. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് നിർത്തിയിട്ട് പോയാലേ നിങ്ങൾ അവളെ എടുത്ത് പണയം വെക്കും. ഇന്ന് വരെ ജീവിതത്തിൽ വൃത്തിയും വെടുപ്പുമായി ഒന്നും ചെയ്തിട്ടില്ല. ഹലോ. ഹലോ, നീ എവിടെ? ഞാൻ പാലത്തിൻ്റെ അവിടെ. നീ ഒരുപാട് ടെൻഷനിലാന്നറിയാം, വിഷമിക്കണ്ട. ഞങ്ങൾ ആ പൈസ റെഡിയാക്കിയിട്ടുണ്ടേ. എവിടെ നിന്ന്? അതാ ഡിക്രൂസ് തരാന്ന് പറഞ്ഞു. എടാ നീ വിഷമിക്കണ്ട. അപ്പൊ ഇന്ന് വൈകിട്ട് കിട്ടുമോ? ഓ നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് കടയിലോട്ട് വാ. എടാ അപ്പൊ എനിക്ക് അവിടെ താലിമല എടുക്കാൻ പറ്റൂടാ? അതെന്താ വന്നിട്ട് നമുക്ക് പോയി പൈസ മേടിക്കാം. എനിക്ക് എൻ്റെ മോളെ വിളിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? എന്നിട്ട് കൊണ്ട് സ്വർണ്ണം എടുത്തിട്ടേ പെണ്ണിനെയും കൊച്ചിനെയും വിളിച്ചോണ്ടിരാം. താങ്ക്സ് അല്ലേ. നീ കടയിലോട്ട് വാ കേട്ടാ. ഓക്കെടാ. വരാം. പാവം. പിള്ളാരപ്പിടുത്തക്കാരിൽ നിന്നും കുട്ടിയെ രക്ഷിച്ച് നാടിന്റെ അഭിമാനമായ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് നേടിയ നാടിന്റെ പൊന്നോമന പുത്രൻ മുരളിക്ക് ഈ നാടിന്റെ നാട്ടുകാർ നൽകുന്ന സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. പറയുന്ന നാട്ടുകാരെ, എന്നെ പിന്നീട് കുത്തുന്ന വീട്ടുകാരെ, കണ്ടാട്ടെ ഈ നാട്ടിൽ എന്തുവരെ കാണാ കാഴ്ചകൾ ഞാൻ ഫേമസ് ഡൽഹി വരെ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ.
ഈ പയ്യനെ രക്ഷിക്കാൻ വന്ന ഈ പയ്യനെ എന്തിനി? ഇത് ഈ വീട്ടിലെ കൊച്ചല്ലേ? അപ്പൊ കുറെ ഗുണ്ടകളവനെ തട്ടിക്കൊണ്ടുപോയതാ. ഗുണ്ടകളാ? ആഹാരം കഴിക്കാത്തതുകൊണ്ട് എപ്പം ചോറെടുത്ത് വെച്ചാലും നൂഡിൽസ് മതിയെന്നും പറഞ്ഞ് ഈ കൊച്ചിറങ്ങിപ്പോവും. അങ്ങനെ ഇവിടുത്തെ സാറും കൂട്ടുകാരും കൂടെ പിടിച്ചോണ്ട് വന്നതാ ഇരുതിയൊക്കെയാണ്. അപ്പൊ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓടിയാണല്ലേ? പട്ടി നിങ്ങളെന്താ ഇവിടെ? മുരളി നീ എന്ത് ഇവിടെ? നിനക്ക് പൈസ തരാന്ന് പറഞ്ഞാൽ ഡിക്രൂസ് മുതലാളിയുടെ വീട്. നമ്മളെ പൈസ മേടിക്കാൻ വന്നത്. എന്നിട്ട് ഡിക്രൂസ് മുതലാളി ഇവിടെ? നോക്കടേ, നമുക്ക് പൈസ തരാനുള്ള ഡിക്രൂസ് മുതലാളി ഇതാ മൂലക്കുരും പൊട്ടി ചോര ഒലിപ്പിച്ച് കിടക്കുന്നത്. മുതലാളി നിങ്ങളെ ഒരുപാട് കാശുള്ളതല്ലേ, ഓപ്പറേഷൻ ചെയ്ത് നിർത്തിക്കൂടി ഇതൊക്കെ. മുതലാളി പൊട്ടി ഇത്രയും ബ്ലഡ് ഒക്കെ വന്ന സ്ഥിതിക്ക് 2 ദിവസത്തേക്ക് മുളക് പോലുള്ള എരിവുള്ള സാധനങ്ങൾ കഴിക്കല്ലേ, പിന്നെയും പൊട്ടും. മുതലാളി പറഞ്ഞില്ലേ 2 ലക്ഷം രൂപ കൊടുക്കാന്ന്. മുരളി ഡിക്രൂസ് മുതലാളി 3 മണിക്ക് മുമ്പ് വരാന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മാല അങ്ങ് പണയത്തിൽ നിന്ന് എടുക്കാമായിരുന്നു. എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോകുന്ന മുരളിമാർ ചിലപ്പോൾ നമ്മളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരും. കേട്ടിട്ടില്ലേ? എവരി മുരളി ഹാസ് എ ഡേ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. പറയുന്ന നാട്ടുകാരെ, എന്നെ പിന്നീട് കുത്തുന്ന വീട്ടുകാരെ, കണ്ടാട്ടെ ഈ നാട്ടിൽ ഇന്നുവരെ കാണാ കാഴ്ചകൾ ഞാൻ ഫേമസ് ഡൽഹി വരെ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന് മുതൽ ഞാൻ പവർഫുൾ മുരളി, പവർഫുൾ 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 പവർഫുൾ. ഇന്നലെ വരെ ഇൻസൾട്ടഡ് മുരളി, ഇൻസൾട്ട് 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 ഇൻസൾട്ട്. ഇന്ന്